കേരളത്തിലെ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റിനെ ഇപ്പോൾ പല മാധ്യമങ്ങളും പല രീതിയിലാണ് നിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജനം പറയുന്ന 3 പേരാണ്: ശോഭാ സുരേന്ദ്രൻ, എം.ടി. രമേശ്, രാജീവ് ചന്ദ്രശേഖർ. സ്വാഭാവികമായിട്ട് നമ്മളുടെയൊക്കെ മനസ്സിൽ വരുന്ന 3 പേരുകളാണ്. ശരിക്കും ആരായിരിക്കും അടുത്ത സംസ്ഥാന പ്രസിഡന്റ്? ഇതൊന്നുമല്ലാതെ ഇപ്പോഴുള്ള പ്രസിഡന്റ് തന്നെ തുടർന്നാൽ എന്ത് ചെയ്യും? അതാർക്കെങ്കിലും ചോദ്യം ചെയ്യാൻ പറ്റുമോ? കെ സുരേന്ദ്രൻ തന്നെ തുടരട്ടെ എന്നങ്ങ് കേന്ദ്ര നേതൃത്വം തീർച്ചപ്പെടുത്തുകയാണ്. ഒരു വണ്ടി ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോഴേ ആ കയറ്റത്ത് വെച്ച് ഒരു നല്ല കുത്തനെയുള്ള ഒരു കയറ്റം, ഡ്രൈവറെ അപ്പോഴേ ഇറക്കുന്നത് ശരിയാണോ? ഇറക്കിയിട്ട് വേറൊരാളെ കയറ്റുന്നത്? ആ ഡ്രൈവർ തന്നെ ഗിയറൊക്കെ മാറ്റി അതിൻ്റേതായ രീതിയിൽ കൊണ്ടുപോകും. അതല്ലേ നല്ലതെന്ന് കേന്ദ്ര നേതൃത്വം ആലോചിക്കും. ഒരു പക്ഷേ ഈ കെ സുരേന്ദ്രന് ബി.ജെ.പി. പ്രസിഡൻ്റായിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ നിന്ന് ഒരു എം.പിയെ അയക്കുന്നത് ലോക്സഭയിലേക്ക്. അത്തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാക്കിയെടുത്തു. അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പലയിടങ്ങളിലും ബി.ജെ.പി. വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു, ഒരു മുന്നേറ്റം ഉണ്ടാക്കി. ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു 11 മുതൽ 15 സീറ്റ് വരെ ബി.ജെ.പിക്ക് നേടാൻ കഴിയും എന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചാണ്. ഇത് മാറി മറിയാം. 2024 ഏപ്രിൽ മാസത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് 26 ഏപ്രിൽ മെയിലാണ്. അപ്പോൾ 2 വർഷമാണ്. 2 വർഷത്തിനിടയിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ആ സ്ഥിതിക്ക് ബി.ജെ.പി. ഒരു മുന്നേറ്റമൊക്കെ കുറിച്ചിരിക്കുകയല്ലേ. ഈ 2 വർഷത്തിനിടയിൽ കേരള രാഷ്ട്രീയത്തിലും മാറ്റം ധാരാളം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 11 മുതൽ 15 സീറ്റ് വരെ കൃത്യമാകണമെന്നില്ല, കൂടാം, കുറയുകയും ചെയ്യാം. ഈ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടലും 4-5 സീറ്റിൽ ഒതുങ്ങുമെന്നുള്ളത്. അതിന് എന്തായാലും 26 ഏപ്രിൽ വരെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ ഉൾപ്പെടെ ഉള്ളവർ. ഇതിനകത്ത് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ ഒരു മുന്നേറ്റം കുറിക്കുക. കേരളം, തമിഴ്നാട് ഇവിടങ്ങളിൽ അവർ വലിയ നോട്ടമിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് വളരെ ശക്തനായിട്ടുള്ള ഒരാളെ തന്നെ ബി.ജെ.പിയുടെ അമരക്കാരനായി കൊണ്ടുവരിക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചില വാർത്താ ചാനൽ പുറത്തുവിട്ടിരുന്നു, നമ്മുടെ പഴയ IPS ഓഫീസർ ജേക്കബ് തോമസ് ഈ തമിഴ്നാട് മോഡലിൽ അണ്ണാമലയെ അവിടെ ഇറക്കിയതുപോലെ ജേക്കബ് തോമസിനെ ഇവിടെ ഇറക്കുക. അപ്പം ഒരു IPSകാരനാണ്, ഇടതുപക്ഷവുമായിട്ടൊക്കെ അല്പം ഇടഞ്ഞു നിൽക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ ക്രൈസ്തവ വിഭാഗത്തെ കൂടുതൽ ചേർത്ത് നിർത്താൻ കഴിയും എന്ന് പാർട്ടി കരുതുന്നുണ്ട്. അത് നല്ല കാര്യമാണത്. ഇപ്പോൾ PC ജോർജിന് ബി.ജെ.പിയിലേക്ക് വന്നു. ബി.ജെ.പിയുടെ അല്ലെങ്കിൽ മകൻ ഷോൺ ജോർജ് ബി.ജെ.പിയിലുണ്ട്. ഇവർക്കൊക്കെ പ്രത്യേക സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് ക്രൈസ്തവരുമായിട്ട് കൂടുതൽ അടുപ്പം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ജോർജ് കുര്യനെ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവന്നു. ഇത് നല്ലതാണ്. ജോർജ് കുര്യൻ പണ്ടേ തന്നെ ബി.ജെ.പിക്കാരനാണ്. എത്രയോ വർഷങ്ങളായിട്ട് ബി.ജെ.പിയിൽ പ്രവർത്തിക്കുന്ന, അല്ലാതെ കഴിഞ്ഞ ദിവസം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് വന്ന ആളല്ല. അത് ബി.ജെ.പിക്ക് വലിയ മൈലേജ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോൾ ആരും പ്രതീക്ഷിച്ചതല്ല, പെട്ടെന്നായിരുന്നു ആ ഒരു തീരുമാനം വന്നത്. അപ്പോൾ ഇവിടെ ഈ സംസ്ഥാന നേതൃത്വത്തിൽ ഒരു മാറ്റം വരുമ്പോൾ 3 പേരുകൾ പറയുന്നുണ്ട്. ഒന്ന് ശോഭാ സുരേന്ദ്രൻ. എന്തിനും ഏതിനും ശോഭാ സുരേന്ദ്രൻ്റെ പേര് പറയും. എവിടെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ശോഭാ സുരേന്ദ്രനെ ഇറക്കുക. ഈ ശോഭാ സുരേന്ദ്രനെ ഇറക്കുക എന്ന് സാധാരണ ജനങ്ങൾ, അണികൾ പറയുന്നതിൻ്റെ കാരണം, ശോഭ വരുമ്പോൾ ഒരു മണ്ഡലം അങ്ങ് ഇളക്കി മറിക്കും. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലം A ക്ലാസ് മണ്ഡലമേ അല്ലായിരുന്നു. അത് കോൺഗ്രസ് അല്ലെങ്കിൽ CPMന് എഴുതി വച്ചിട്ടുള്ളതാണ്. നിലവിലത് CPMൻ്റെ കയ്യിലുമായിരുന്നു 2019 മുതൽ. അതുകൊണ്ട് ബി.ജെ.പിക്ക് ഒരു പ്രതീക്ഷയില്ല. ശോഭാ സുരേന്ദ്രനെ 2019 ആറ്റിങ്ങലാണ് നിർത്തിയത്. 2,48,000 വോട്ട് പിടിച്ചു. മണ്ഡലം ഇളകി മറിഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ആർക്കും വേണ്ടാതെ കിടന്ന് ആലപ്പുഴയിലോട്ട് കൊണ്ടുവരുന്നത്. ഒടുവിൽ എന്ത് സംഭവിച്ചു? ആലപ്പുഴ A ക്ലാസ് മണ്ഡലമായി മാറി.
ശോഭാ സുരേന്ദ്രൻ അവിടെ ഇറങ്ങി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ആ പ്രവർത്തന രീതി ബി ജെ പിക്കാർക്ക് മാത്രമല്ല, രാഷ്ട്രീയ രംഗത്ത് നിലയുറപ്പിക്കുന്ന ആർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ സുരേഷ് ഗോപി ചെയ്തു, 19 അവിടെ പരാജയപ്പെട്ടു തൃശ്ശൂരിൽ, 24 മത്സരിക്കുന്നിടം വരെയും ആ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എത്രത്തോളം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി? ഏറ്റവും ഒടുവിൽ ഉണ്ടായ പ്രശ്നം എന്ന് പറയുന്നത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പാണ്. അതിൽ സജീവമായിട്ട് നിലകൊണ്ടതാരാണ്? സുരേഷ് ഗോപിയാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്ക് പാർട്ടി ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിൻ്റെതായ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിച്ചു. ശശി തരൂരുമായിട്ട് കനത്ത മത്സരമായിരുന്നു. പക്ഷെ ഈ രാജീവ് ചന്ദ്രശേഖരനെ ഒരു കൊല്ലം മുമ്പ് ഇവിടെ ഇറക്കിയിരുന്നുവെങ്കിൽ തിരുവനന്തപുരം മണ്ഡലം ഇന്നിപ്പോൾ BJPയുടെ കയ്യിലിരുന്നേനെ. രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിയത് സമീപ സമയത്താണ്, തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. 2009 മുതൽ തരൂരിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തരൂർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. തരൂർ ഇങ്ങനെ ഒരു കെട്ടുകാഴ്ച പോലെ ഇങ്ങനെ വന്നു പോവുകയാണ്. അത് ജനം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം വിശ്വപൗരനാണ്, ഡൽഹി നായരാണ് എന്നൊക്കെ നമ്മുടെ പെരുന്നയിലെ പോപ്പ് പറഞ്ഞും കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ തരൂർ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നിടത്തേക്കാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ രംഗപ്രവേശം. അത് നേരത്തെ ആയിരുന്നുവെങ്കിൽ ഈ തീരദേശത്തും ഈ സാധാരണ ജനങ്ങളിലേക്കും ഒക്കെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ ഒരു കപ്പാസിറ്റി എന്താണെന്നും അദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രി ആകും എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരികയും ആ വോട്ട് ലഭിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അത്രയും ലേറ്റ് ആയിട്ട് പോലും ഒരു വലിയൊരു ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് എവിടുന്ന് കിട്ടിയത്? നഗര കേന്ദ്രീകൃതമായ വോട്ടുകളാണ്. വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വോട്ടർമാരുടെ ഒരു മത്സരം തന്നെയായിരുന്നു. നമ്മള് ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ജനങ്ങൾ നിന്നെ, ഒന്നീ അങ്ങോട്ട് ഒന്നീ ഇങ്ങോട്ടെന്നുള്ള രീതിയിലാണ്. അതെ, അത് അത്തരത്തിലുള്ള ആ നഗര കേന്ദ്രീകൃതമായ വോട്ടുകൾ മുഴുവൻ രാജീവ് ചന്ദ്രശേഖർ കയ്യിൽ ഒതുക്കി എന്നുള്ളതാണ്. അവിടെയൊക്കെയാണ് ഈ തരൂരിനെ പിന്നിലാക്കാൻ സാധിച്ചതുള്ളത്. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരും ഇവിടെ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെ മുതിർന്ന മറ്റൊരു നേതാവായ MD രമേശിന്. ഇപ്പോൾ ഇവിടെ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം പറയുന്നത്, ശോഭാ സുരേന്ദ്രൻ ഇത് BJPയിൽ സംസ്ഥാന ഘടകത്തിനകത്ത് വിഭാഗീയതയുണ്ട്. പണ്ടേ ഇതുള്ളതാണ് BJPയിൽ. പണ്ട് കാലത്ത് BJPയെ പറ്റി പറയുന്നത് ഇവർ വോട്ട് കച്ചവടം നടത്തിയവരാണ് എന്ന് പറയുന്നുണ്ട്. ആ പേരുദോഷമൊക്കെ ഒരു കാലത്തും മാറി വന്നു. പിന്നെ ഇവർക്ക് വിഭാഗീയത മൂർച്ഛിച്ചു. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പാലക്കാട്ട്. ഇവർക്ക് അല്പം അധ്വാനിച്ചിരുന്നുവെങ്കിൽ ആ സീറ്റ് നിലനിർത്താൻ കഴിയുമായിരുന്നു. 2016 നേടിയ ഒരു മണ്ഡലം 2021 കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. അതൊക്കെ അത്തരത്തിലുള്ള കൈമോശമൊക്കെ എന്തുകൊണ്ട് വന്നു? ഇത് കേന്ദ്ര നേതൃത്വം വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രനെ പാർട്ടിയുടെ അമരത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പാർട്ടിയിൽ ഈ വിഭാഗീയത ഉള്ളതുകൊണ്ട് അതിനെ എതിർക്കാൻ തക്കവണ്ണം പലരും നിൽക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ ആറ്റിങ്ങലിൽ തന്നെ 19 നിർത്തിയിട്ട് 24 അവിടെ വീണ്ടും നിർത്തിയിരുന്നുവെങ്കിൽ ആ സീറ്റ് നേടാൻ കഴിയുമായിരുന്നു. പകരം എന്ത് ചെയ്തു? ഒതുക്കാനെന്നുള്ള മട്ടിൽ കൊണ്ടുപോയി ആലപ്പുഴയിൽ നിർത്തി. ഇനിയിപ്പോൾ അടുത്ത മത്സരം വരുമ്പോൾ ആലപ്പുഴയിൽ നിർത്തത്തില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തും. പക്ഷെ അവിടെ ഒന്ന് ഇളക്കി മറിച്ച് BJPക്ക് വേരുറപ്പുള്ള മണ്ണാക്കി മാറ്റാൻ ശോഭാ സുരേന്ദ്രന് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വിഭാഗീയത ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ശോഭാ സുരേന്ദ്രനെ അമരത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം 2 തെരഞ്ഞെടുപ്പാണ് മുമ്പിൽ നിൽക്കുന്നത്. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പും മറ്റൊന്ന് 26 നിയമസഭാ തെരഞ്ഞെടുപ്പും. വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. 26 കോൺഗ്രസിനെ മുച്ചൂടും മുടിക്കണം എന്നുള്ള രീതിയിലാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം പ്രവർത്തിക്കുന്നത്. CPM ഇവിടെ അധികാരത്തിൽ വന്നാലും കുഴപ്പമില്ല, കോൺഗ്രസിനെ ഇവിടെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് പാർട്ടി കാണുന്ന കാര്യം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരാളെ, അപ്പോൾ ഈ വിഭാഗീയത അങ്ങനെ തുടർന്നു പോകാൻ പറ്റില്ല. അതുകൊണ്ട് വേണ്ടത് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരനെ
BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുമ്പോൾ മോദി, അമിത്ഷാ ആ ഒരു ബെൽറ്റിൽ വരുന്ന ആളാണ്. ഇപ്പോൾ രാജീവിനെ ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാൻ ഇറക്കിയത് തന്നെ മോദിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള വിഭാഗീയത മാറ്റിയെടുക്കാനായിട്ട് കഴിയും. രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഇക്കാര്യത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തി അമിത്ഷായുമായിട്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിക്കാനായിട്ട് വീട് വരെ എടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പം ശോഭാ സുരേന്ദ്രൻ മോശമാണെന്നല്ല പറയുന്നത്, MT രമേശ് മോശമാണെന്നല്ല പറയുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും കൈകളിലേക്ക് പോയാൽ വിഭാഗീയത തുടരും. പക്ഷെ രാജീവിലേക്ക് പോകുമ്പോൾ അത് ഒരു പരിധിവരെ തടഞ്ഞ് ഒരുമയോടുകൂടി കൊണ്ടുപോവുകയും BJP ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ സക്സസ് ആക്കാൻ രാജീവ് ചന്ദ്രശേഖറിലൂടെ കഴിയും എന്നും കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.